അങ്ങനെ താഴത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അലക്കിയിട്ട കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ എടുത്തു. പിന്നെ തുണി വിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഐത്തേട്ടൻ വന്നതിന് മുന്നേ വേഗം എനിക്ക് പണികളൊക്കെ തീർക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡിൽ വേഗം റൂമിലേക്ക് ഞാൻ വച്ച് പിടിച്ചിട്ടുണ്ട്. എനിക്ക് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, ആ ഒരു ഇതിലാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കിട്ടിയ കൊറിയറാണ്. ഇപ്പോൾ തൽക്കാലത്തേന് ഞാൻ ഇവിടെ എടുത്ത് വെക്കുകയാണ്, കാരണം എനിക്കിപ്പോൾ കൊറിയർ കിട്ടണമൊന്നും വയ്ക്കാനൊരു സ്ഥലമില്ല. അതേ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഞാൻ എടുക്കണുണ്ട് കേട്ടോ. ഞാൻ റൂം ക്ലീൻ ചെയ്യണ അതേ സെയിം ആ ടൈമിൽ തന്നെ കേട്ടോ എല്ലാം ഞാൻ എടുക്കും, കാരണം 2-3 ദിവസം മുന്നേ ഞാൻ മാറ്റി വിരിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും എനിക്കൊരു എന്താ പറയുക, എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റണം, 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്ക് ബെഡ്ഷീറ്റിലൊക്കെ എനിക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കമൊന്നും ശരിക്കും കിട്ടില്ല. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കണം, അതെന്താണെന്ന് അറിയില്ല. അപ്പം എന്നോട് എപ്പോഴും ആയിട്ടാണെങ്കിലും ചോദിക്കുന്നത്, ഇപ്പോൾ 2 ദിവസം മുന്നല്ലേ ഇതൊക്കെ ചെയ്തത് അടിച്ചുവാരി തുടച്ചത്, ഇവിടെ എന്താ വൃത്തി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യണതൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ എന്നാലും നമ്മൾ എടുത്ത് ശീലിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ ഡെറ്റോൾ വെള്ളത്തിലാണ് കേട്ടോ തുടയ്ക്കാറ്. പക്ഷെ എനിക്കിപ്പോൾ ഈ പ്രാവശ്യം ഡെറ്റോൾ തീർന്നു പോയപ്പോൾ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ മറ്റേ പുൽത്തൈലല്ലേ. അപ്പോൾ പുൽത്തൈലിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത് മഴക്കാലവും പിന്നെ ഈ ചക്കക്കാലവും മാങ്ങക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈച്ച ശല്യം കുറയുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പുൽത്തൈലിട്ടിട്ടാണ് തുടയ്ക്കൽ. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. കുറവുണ്ട് കേട്ടോ, അങ്ങനെ അധികം ഈച്ചില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അതിട്ടിട്ടാണ് എല്ലായിടം തുടയ്ക്കണം. അപ്പോൾ ഞാൻ തുടച്ചൊരു പകുതി ആയപ്പോഴത്തേനും അയിത്തേട്ടൻ വന്നു കേട്ടോ. ആൾ 2 മണിക്ക് ആകുമ്പോഴേ വരുള്ളൂ, ഈ പയ്യെ ആക്കിയാൽ മതി എന്നൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ആളെന്താണെന്നറിയില്ല, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ആൾക്ക് ഇനി ഫുഡ് കൊടുക്കണം. അപ്പോഴത്തേനും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബെഡ്ഷീറ്റ് കുറേ പേര് എൻ്റെ അടുത്ത് ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ചോദിച്ചായിരുന്നു, പക്ഷേ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റണില്ല, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കാം ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ആദ്യം എടുത്ത ബെഡ്ഷീറ്റും ഇപ്പോൾ വിരിക്കുന്ന ഈ ബെഡ്ഷീറ്റൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ്. 300 സംതിങ് രൂപയുള്ളൂ, എത്രയാണെന്ന് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും 400 രൂപേൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ ബെഡ്ഷീറ്റ്. അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ്, വിരിച്ചിട്ടാൽ അതേപോലെ തന്നെ കിടക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫിറ്റഡ് ആണ്, കാരണം നമുക്ക് ആരുടെ സഹായം വേണ്ട, ഒറ്റയ്ക്ക് വിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് വന്ന് എൻ്റെ തലമുടിയൊക്കെ ഒന്ന് കോന്തി ലെവലാക്കിയിട്ട് ഇനിയിപ്പോൾ താഴെ പോകണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.